ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി കലിയുഗവാസികളായ സർവ ചരാചരങ്ങൾക്കും നൽകിയ സിദ്ധൌഷധം. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവൽ വേദസാരം. എപ്രകാരമാണോ പല പല പുഷ്പങ്ങളിലേക്ക് മാറി മാറിയിരുന്ന് ഒരു കരിവണ്ട് അതിൽ ഏറ്റവും പരിശുദ്ധമായ മധുരമായ തേനിനെ വേർതിരിച്ചെടുക്കുന്നത്, അതേ ഭാവത്തിൽ സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം. വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ബ്രഹ്മസൂത്രത്തിൻ്റെയും മറ്റ് സകല വേദാന്തങ്ങളുടെയും അന്തസത്തയെ ഒരു കരിവണ്ടിനെ പോലെ വേർതിരിച്ച് ഭാഗവതമാക്കി തന്നു വ്യാസ മഹർഷി. സകല പുരാണങ്ങളും ചമച്ചിട്ടും വേദത്തെ നാലായി വിഭജിച്ചിട്ടും ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ള പരമഭാവത്തെ ലോകത്തിനെ പഠിപ്പിക്കാൻ ബ്രഹ്മസൂത്രം രചിച്ചിട്ടും നാ തുഷ്യൽ ഹൃദയം മുനേ. വ്യാസമഹർഷിക്ക് എന്തോ മനസ്സിന് ഒരു കൃതാർത്ഥത തോന്നിയില്ല. കാരണം വരാൻ പോകുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത്തരത്തിലുള്ളതായ ധർമ്മശാസ്ത്രങ്ങളിലേക്കോ ഇത്തരത്തിലുള്ളതായ ആധ്യാത്മികമായ കാര്യങ്ങളിലേക്കോ താല്പര്യം കുറഞ്ഞു 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 വരും ആൾക്കാർക്ക്. കസേരയായിരിക്കും അധികവും ശ്രോതാക്കളെക്കാൾ ഉണ്ടാവുക. നേരെമറിച്ച് വേറെ വല്ല പരിപാടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തൊന്നും ഒതുങ്ങിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കലിയുഗത്തിൻ്റെ സ്വഭാവം നന്നായിട്ടറിയുന്ന വ്യാസൻ ഇനി ഇത് മാത്രല്ല, ഭൂരീണി ഭൂരികർമാണി ശ്രോതവ്യാനി, എന്തൊക്കെ കേൾക്കാനുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ ഇനിയും ചെയ്യാനുണ്ട്, എന്തൊക്കെ ചിന്തിക്കാനുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളെ പലതരത്തിലുള്ളതായ പ്രാരബ്ധങ്ങളെ തലയിൽ കയറ്റിവെച്ചു നടക്കുന്ന കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് വേദം പഠിക്കാൻ എവിടെ സമയം? വേദം അതെന്താ ഞങ്ങൾക്കും പഠിച്ചൂടെ എന്ന് ചിലപ്പോൾ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും ആൾക്കാരുണ്ടാവാം. എന്നാ പിന്നെ വേദം പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ട, പിന്നെ എന്തിനാ ചോദിച്ചത്? അത് ഞങ്ങളുടെ ഒരു സ്വഭാവം. പുരാണം എന്താ ഞങ്ങൾക്ക് വായിച്ചൂടെ? വായിച്ചോളൂ, പുസ്തകം കിട്ടാനുണ്ടല്ലോ. അല്ല, ഞങ്ങൾക്ക് വായിക്കൊന്നും വേണ്ട, പിന്നെന്തിനാ സമരം ചെയ്തത്? അത് ഞങ്ങളുടെ സ്വഭാവം. അപ്പൊ ഇത്തരത്തിൽ ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരു വേദം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരു വേദം സാധിക്കില്ല എന്നുണ്ടെങ്കിൽ 4 വേദങ്ങളും പഠിക്കണമെങ്കിൽ, 100-ലധികം ഉപനിഷത്തുക്കളെ പഠിക്കണമെങ്കിൽ, 2 ഇതിഹാസങ്ങളെ പഠിക്കണമെങ്കിൽ ഒന്നും വേണ്ട. ഇപ്പൊ കർക്കടക മാസമാണല്ലോ, ഒരു രാമായണം വായിച്ചു തീർക്കാൻ പെടുന്ന പാട് അത് വായിക്കണവർക്കറിയാം. കർക്കടകം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുടെ ഉള്ള സ്പീഡാവില്ല 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെ. കർക്കടകം 20 മുതൽ പിന്നെ 30 വരെയുള്ള രാമായണം വായന പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള പേജിൻ്റെ കനനുസരിച്ചിട്ട് സ്പീഡ് കൂടും. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു രാമായണം 1 മാസം കൊണ്ട് വായിക്കാൻ തന്നെ നമ്മൾ മെനക്കെടുന്നു. അതുകൊണ്ടിപ്പോൾ സൗകര്യത്തിന് രാമായണം കാസറ്റ് വെച്ചാൽ മതിയല്ലോ, രാമായണം മൊബൈലിൽ കേട്ടാൽ മതിയല്ലോ, എന്നാൽ അയാൾ വായിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ രാമായണ പാരായണം നടക്കുന്നുണ്ട്, അപ്പോൾ അയാൾ വായിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ സൗകര്യം എന്ന് വിചാരിക്കുന്ന കാലത്തിലേക്ക് എത്തുമ്പോൾ മഹാഭാരതം എന്ന ഒരു ഇതിഹാസം
1,400,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം മുഴുവൻ വായിച്ചു തീർക്കാൻ ആരെ കൊണ്ട് സാധിക്കും? അല്ലെങ്കിൽ അത് മുഴുവൻ ക്ഷമയോടെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ താല്പര്യം മനസ്സിലാക്കി ചിന്തിച്ച് പാരായണം ചെയ്യാൻ ആർക്ക് സാധിക്കും? വാൽമീകി രാമായണം 24,000 ശ്ലോകം. ഇത്തരത്തിലുള്ളതായ ഗ്രന്ഥങ്ങളെ മുഴുവൻ പാരായണം ചെയ്യാനോ അതിനെ മനസ്സിലാക്കാനോ പഠിക്കാനോ കലിയുഗവാസികളായ ആൾക്കാർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നാതുഷ്യൽ ഹൃദയം മുന്നേ വ്യാസമഹർഷി ചിന്തിച്ചത്, താൻ ഈ എഴുതി വെച്ചതൊക്കെ നിഷ്ഫലമായി പോകുമല്ലോ. അവിടെയാണ് ശ്രീനാരദ മഹർഷി തൻ്റെ അച്ഛനായ ബ്രഹ്മാവിന് ശ്രീപത്മനാഭസ്വാമികൾ ഉപദേശിച്ചതായ ഭാഗവതം എന്ന വേദസാരത്തെ, എന്ന ഭാഗവതത്തിൻ്റെ വിത്തിനെ ചതുശ്ലോകി ഭാഗവതം, സാക്ഷാൽ ശ്രീനാരായണൻ സൃഷ്ടി സമയത്ത് തൻ്റെ നാഭീകമലത്തിൽ ഉദിച്ചുയർന്നതായ ചതുരാനനായ ബ്രഹ്മാവിന് സൃഷ്ടി ചെയ്യാനുള്ള ഉപദേശം, ആജ്ഞ കൊടുത്തു. ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ അങ്ങ് സൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചോളൂ. അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇരുകാലികള്, നാൽക്കാലികള്, ഷഡ്പദങ്ങള്, എട്ടുകാലികള്, ഇഴയുന്നത്, പറക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, ഇങ്ങനെ പല വിധത്തിലുള്ള ജീവജാലങ്ങൾ. ഇങ്ങനെ ഈ പ്രാരബ്ധത്തെ അനുഭവിക്കാൻ പലതരം ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അവസാനം ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണത്രേ ബ്രഹ്മാവിന് ഒരു കൃതാർത്ഥതയുണ്ടായത്. ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. തലയുള്ള വിശേഷബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജീവിയെ, ഒരു ജന്തുവിനെ താൻ സൃഷ്ടിച്ചുവല്ലോ എന്നൊരു സന്തോഷം ബ്രഹ്മാവിനുണ്ടായി. അപ്പോൾ നല്ല തലയുള്ള വിശേഷബുദ്ധിയുള്ള ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് സന്തോഷിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇവർ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമല്ലോ, ഇവര് ഭഗവാന്റെ മഹിമയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ, ഇവര് ഈ ജീവന്റെ ലക്ഷ്യം ആത്യന്തികമായി ഭഗവത്പാദ സായുജ്യമാണ് എന്ന് കരുതുമല്ലോ എന്നൊക്കെയാണ് ബ്രഹ്മാവ് വിചാരിച്ചത്. അല്ലെങ്കിൽ അതൊക്കെ ചിന്തിക്കാനാണ് ഈ തലമണ്ട, ഈ ബുദ്ധി നമുക്ക് ബ്രഹ്മാവ് നൽകിയത്. പക്ഷേ സൃഷ്ടി തുടങ്ങിയപ്പോഴാ ബ്രഹ്മാവിന് അബദ്ധം മനസ്സിലായത്. ഈ പറഞ്ഞത് മാത്രം മനുഷ്യന്മാര് ചിന്തിക്കണില്ല. അവരുടെ ചിന്ത ഈ പറഞ്ഞ പലതരം പ്രാരബ്ധങ്ങളെ കുറിച്ച്, അവരുടെ ചിന്ത ഈ പറഞ്ഞ പലതരത്തിലുള്ളതായ ലൗകികമായ കാര്യങ്ങളെ കുറിച്ച്. നമ്മുടെ മനസ്സ് എപ്പോഴും പല വിധത്തിലുള്ളതായ ചിന്തകളെ നമുക്ക് കൊണ്ടുതരും. ഈയിടെ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് പോയപ്പോൾ ഒരു 80-85 വയസ്സുള്ള ഒരു മുത്തശ്ശൻ പേപ്പറിലെ വാർത്ത നോക്കിയിട്ട് പറയുന്നത് കേട്ടു, ഇങ്ങനെയൊക്കെ പോയാൽ ഇനി ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഈ 80 വയസ്സുള്ള ആള് ഇനി 20 കൊല്ലം കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം ഇയാളൊരു 5 കൊല്ലത്തിനുള്ളിൽ ഇവിടുന്ന് പോണ ആളാ. അപ്പോ എന്നാലും നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. അപ്പോ പലതരം ചിന്തകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ചിന്തിക്കാനുള്ളതായ വിശേഷബുദ്ധി ഭഗവാൻ തന്നത് ഭഗവത്പരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ്. അത് ലോകം നടത്തുന്നില്ല, പലതരം ദുഃഖങ്ങളിലേക്ക് കയറിപ്പെടുന്നു. ഈ ഒരു സമയത്താണ് ബ്രഹ്മാവ് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചത്, ഭഗവാനെ, ഞാൻ കാരണം ഉണ്ടായ ഈ സൃഷ്ടികളിൽ, ഈ സൃഷ്ടികളിൽപ്പെട്ട പലതരം ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യജന്മം പലതരം ദുഃഖങ്ങൾക്ക് അടിമപ്പെടുകയാണല്ലോ എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ, ഈ സൃഷ്ടിയുടെ ദുഃഖം മുഴുവൻ എന്നെ ബാധിക്കുകയാണല്ലോ, ഈ സൃഷ്ടിയിൽപ്പെട്ട ആൾക്കാരുടെ സങ്കടം അതെന്റെ സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നുവല്ലോ എന്ന് ഭഗവാനോട് ബ്രഹ്മാവ് അപേക്ഷിച്ചപ്പോഴാണ് ബ്രഹ്മാവിനോട്,
അല്ലെങ്കിൽ ഈ പ്രകൃതിയോട്, അല്ലെങ്കിൽ ഈ സൃഷ്ടിയോട് ഭഗവാൻ ഒരു കാരുണ്യം തോന്നിയത് എന്നാണ്. അങ്ങനെയാണ് ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ഭവഭീതന്മാരായിരിക്കുന്നതായ, ലൗകികമായ ഭയം പലവിധത്തിൽ വേട്ടയാടുന്നതായ ഈ സൃഷ്ടിയിൽപ്പെട്ട ജീവജാലങ്ങളോട് ഭഗവാന് തോന്നിയ ഒരു കാരുണ്യം. എത്രയായാലും എൻ്റെ സൃഷ്ടികളല്ലേ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും എൻ്റെ അംശമാണല്ലോ എന്ന ഭഗവാന്റെ ആ ഒരു കാരുണ്യം, ആ കാരുണ്യമാണ് ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ഈ ഭാഗവതം എന്ന വിത്ത് ബ്രഹ്മാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, വല്ലാതെ മനസ്സ് വിഷമിക്കുന്ന സമയത്ത്, വല്ലാതെ ലൗകികമായ ചിന്തകൾ വേട്ടയാടുന്ന സമയത്ത് ഈ ഭാഗവതം എന്ന വിത്തിനെ, ഈ ഭാഗവതം എന്ന ആ ചൈതന്യത്തെ ആശ്രയിച്ചോളൂ. അന്ന് ബ്രഹ്മാവ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചതാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാൻ ആദിനാരായണൻ ശ്രീപത്മനാഭസ്വാമി സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മാവിന് കൊടുത്തതായ ആ വേദാന്ത ബീജത്തെ, ആ വേദബീജത്തെ ബ്രഹ്മാവ് ശ്രീനാരദർക്ക് കൊടുത്തു. നാരദരോട് പറഞ്ഞു, ഇത് ഭൂമിയിൽ ചെന്ന് എപ്രകാരമാണോ താപത്രയങ്ങളെ കൊണ്ട് തണല് കിട്ടാതെ പ്രാരബ്ധത്തിൻ്റെ ചൂടിൽ ലോകം വിഷമിക്കുന്നത്, അത്തരക്കാർക്ക് മുൻപിൽ ഈ വിത്തിനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്നതായ വെള്ളവും വളവും ഉപയോഗിച്ച് വളർത്തി വലുതാക്കി ഒരു മഹാവൃക്ഷമാക്കി തണല് കൊടുക്കാൻ പാകത്തിനാക്കി തീർക്കണം. അങ്ങനെയാണ് നാരദര് ആ ഭാഗവതം എന്ന വേദബീജത്തെ, ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ഭാഗവതത്തെ വ്യാസനായിട്ട് ഉപദേശിക്കുന്നത്. സകല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതിത്തീർത്തതായ ആ വ്യാസമഹർഷി ഒടുവിൽ തൻ്റെ ഹൃദയത്തിൻ്റെ ധന്യതയ്ക്ക് വേണ്ടി ശ്രീമദ് ഭാഗവതത്തെ രചിച്ചു. സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യത്തെ തദ്രസാമൃതതൃച്ചിത്തസ്യ നാന്യത്തസ്യാൽ ഋതിക്കുചിൽ. സർവവേദ സാരങ്ങളുടെയും സാരത്തെ, അല്ലേ, നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കണില്ലേ, അതിൻ്റെ ആ കരിമ്പിനെ പിഴിഞ്ഞ് അതിനെ ഒന്നുകൂടി പിഴിഞ്ഞ് അതിനെ ഒന്നുകൂടി പിഴിഞ്ഞ് ഇതുപോലെ സർവവേദ ഇതിഹാസ പുരാണ ശാസ്ത്രങ്ങളെയും പിഴിഞ്ഞ് അതിൽ നിന്നെടുത്തതായ അതിൻ്റെ സാരം, അതാണ് ശ്രീമദ് ഭാഗവതം. ആ വേദാന്തസാരമാകുന്ന ഭാഗവതം വ്യാസമഹർഷി ആരംഭിക്കുന്നത് തന്നെ വലിയ ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ്. സത്യം പരം ധീമഹി. ഇതാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായ പ്രാർത്ഥന. സത്യം പരം ധീമഹി. ഇനി 7-ാം ദിവസം ഇതേ പ്രാർത്ഥനയെ ചൊല്ലിക്കൊണ്ട് തന്നെയാണ്, 7-ാം ദിവസം ഇതേ പ്രാർത്ഥനയെ ചൊല്ലിക്കൊണ്ട് തന്നെയാണ് വ്യാസമഹർഷി ഭാഗവതത്തെ സമർപ്പിക്കുന്നതും. അപ്പോൾ സത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് സത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭാഗവതം സമർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ സത്യത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പാടുന്നത് എന്നതുകൊണ്ട് തന്നെ ഭാഗവതം സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്താ വ്യാസമഹർഷി ഈ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത്? ധീമഹി എന്നുള്ളത് വലിയൊരു പ്രാർത്ഥനയാണ്, അല്ലേ?
ഗായത്രി മന്ത്രം, മന്ത്രമാതാവായിരിക്കുന്ന ഗായത്രി മന്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനാ ഭാഗമാണ് ധീമഹി എന്നുള്ളത്. ധീമഹി എന്ന് വെച്ചാൽ എൻ്റെ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയിൽ ഉറച്ചു നിൽക്കണേ, എൻ്റെ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കണേ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി ഉറച്ചു നിൽക്കണേ. ഏതിൽ ഉറച്ചു നിൽക്കണേ? സത്യം പരം ധീമഹി, പരമമായിരിക്കുന്ന സത്യത്തിലേക്ക് എൻ്റെ ബുദ്ധി ഉറച്ചു നിൽക്കണേ. എന്താ പരമമായിട്ടുള്ള സത്യം? നമുക്ക് മുൻപിൽ ഇപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് പരമമായിരിക്കുന്ന സത്യം. ഭാഗവതം സത്യമാണ് എന്ന് പറയാൻ എന്താ കാരണം എന്നാണെങ്കിൽ, 5000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതായ ഒരു ഗ്രന്ഥം കാലങ്ങൾ അനേകം കഴിഞ്ഞിട്ടും ഇന്നും ഈ ലോകം ആസ്വദിക്കുന്നു, ആശ്രയിക്കുന്നു, അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭാഗവതം സത്യമാണ് അല്ലേ? എത്രയോ കഥകളും നോവലുകളും വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഒക്കെ ഈ ലോകത്ത് കിട്ടാനുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ 2 or 3 തവണ വായിക്കുമ്പോഴേക്കും നമുക്ക് മടുക്കും. എന്നാൽ ഭാഗവതം കേട്ടവർ തന്നെയാണ് വീണ്ടും കേൾക്കുന്നത്, പറഞ്ഞവർ തന്നെയാണ് വീണ്ടും പറയുന്നത്, പാടിയവർ തന്നെയാണ് വീണ്ടും പാരായണം ചെയ്യുന്നത്. ഇന്നേ വരെ അതിനൊരു കുറവ്, ഒരു രുചി വ്യത്യാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാഗവതം സത്യമാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന ഈ പരമസത്യത്തിലേക്ക് എൻ്റെ ബുദ്ധി ഉറച്ചു നിൽക്കണേ എന്ന പ്രാർത്ഥനയാണ് ഭാഗവതം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം എന്തിനാ ഈ ബുദ്ധി ഭാഗവതത്തിലേക്ക് ഉറച്ചു നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്നാണെങ്കിൽ, നമ്മളൊക്കെ ഭാഗവതം കേൾക്കണം എന്ന ആഗ്രഹത്തിൽ വന്നു, ഭാഗവതത്തെ ആശ്രയിക്കണമെന്ന ആഗ്രഹത്തിൽ വന്നു, ഇവിടെ ഇരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാം. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ശരിക്കും ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ എവിടെയൊക്കെ സർക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടാവും, ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാവും, റേഷൻ കടയിൽ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ചിലപ്പോൾ ഈ യജ്ഞശാല വിട്ട്, ചിലപ്പോൾ ഈ ജില്ലയും വിട്ട് പല സ്ഥലത്തേക്കും യാത്ര പോകാറുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ യാത്ര ചെയ്തതായ ബുദ്ധി ഭാഗവതം കേൾക്കുന്നു എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അപ്പോൾ നമ്മളിവിടെ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, നമ്മുടെ ശരീരം മുൻപിലുണ്ടായത് കൊണ്ട് കാര്യമില്ല. ബുദ്ധി ഭാഗവതത്തിലേക്ക് ഉറയ്ക്കണം. ശരി, ബുദ്ധിയെ ഭാഗവതത്തിലേക്ക് ഉറപ്പിക്കാം. എങ്ങനെ ഇപ്പം ഈ ബുദ്ധിയെ ഭാഗവതത്തിലേക്ക് ഉറപ്പിക്കുക അല്ലേ? നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന് ഭാഗവതത്തിൻ്റെ മുമ്പിൽ വയ്ക്കാം. എണീറ്റ് പോകണമെന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്താം, അല്ലെങ്കിൽ വലിച്ചു കെട്ടാം. മനസ്സ് അതിനെ നമുക്ക് കാണാനേ സാധിക്കണില്ല അല്ലേ? എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് പോണ ആളാ ആര്? മനസ്സ്. അപ്പൊ ആ മനസ്സിനെ എങ്ങനെ പിടിച്ചു കെട്ടും? അർജുനൻ പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ വായോരിവ സുദുഷ്കരം. ഈ വീശുന്ന കാറ്റിനെ എങ്ങനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും? അതുപോലെയാണ് മനസ്സിന്റെ സ്ഥിതി. അടുത്ത നിമിഷം നമ്മുടെ മനസ്സ് എങ്ങോട്ടാ പോവുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ, ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. പറ്റുമോ? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ മനസ്സ് എന്താ ചിന്തിക്കുകയെന്ന് ഇപ്പോഴേ ഉറപ്പിക്കാൻ പറ്റുമോ? 12 മണിക്ക് പോട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ ചിന്ത വരികയെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ ആ മനസ്സിനെ, ബുദ്ധിയെ ഭാഗവതത്തിലേക്ക് ഉറപ്പിക്കുക അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ മനസ്സ് ബുദ്ധി ഭാഗവതത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഭാഗവതം കേട്ടു എന്ന് പറയാൻ പറ്റുക അല്ലേ? ചില ആൾക്കാർ പ്രഭാഷണം കേൾക്കാൻ കണ്ണു മിഴിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും
മൂപ്പര് എറണാകുളം ജില്ലയിൽ എവിടെയല്ല ഉള്ളത്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ചിലപ്പോൾ എവിടെയെങ്കിലും സർക്കിയിട്ട് പോയാൽ പിന്നെ നമ്മളെങ്ങനെയാ ഭാഗവതം കേൾക്കുന്നവരാവുക? ഇവിടെയാണ് ആ മനസ്സിനെ, ബുദ്ധിയെ ഭാഗവതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? കേൾക്കുക, നിരന്തരമായിട്ടുള്ള അഭ്യാസം ചെയ്യുക. ഏതൊരു കാര്യവും നമുക്ക് എളുപ്പമായി തീരുന്നത് അഭ്യാസം മൂലമാണ്. ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് എന്ന് തോന്നും. പക്ഷെ നമ്മളതുപോലെ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമുക്ക് എന്തുകൊണ്ട് സാധിക്കണില്ല? നമ്മളിത് ചെയ്ത് ശീലിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഏത് കാര്യം ചെയ്താലും അത് നമുക്ക് എളുപ്പമായിട്ട് തീരുമെന്നുണ്ടെങ്കിൽ ഭാഗവതം ശ്രദ്ധിച്ച് കേൾക്കാനുള്ള വഴി നിരന്തരമായി ഭാഗവതത്തെ കേൾക്കുക എന്നുള്ളതാണ്. സദാസേവ്യ സദാസേവ്യ ശ്രീമൽ ഭാഗവതീ കഥ. ഈ ഭഗവാന്റെ അതിമധുരമായിട്ടുള്ളതായ കഥകൾ അതിനെ കേട്ട് കേട്ട് മനസ്സിന് ഭാഗവതത്തിലേക്ക് വാസുദേവ കഥാരുചി, അല്ലേ? ഭാഗവതത്തിൻ്റെ ഭഗവത് കഥകളുടെ ഒരു ടേസ്റ്റ് നമ്മുടെ മനസ്സിന് കിട്ടണമെന്നാണ്, അല്ലേ? ഭക്ഷണത്തിലൊക്കെ ചില വിഭവം, ചില സാധനം നമുക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ആ വിളമ്പുന്ന ആളോട് പറയാറില്ലേ, എന്ത് അതെ അത് കുറച്ചും കൂടി വിളമ്പിക്കോളൂ, ഇത്ര പോരാ, കുറച്ചുകൂടി വിളമ്പിക്കോളൂ. ഇതുപോലെ ഭഗവത് കഥകളുടെ ഒരു രുചി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്ന ഭാവത്തിൽ അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഭാഗവതം കേൾക്കാൻ നമ്മളിവിടെ ശരീരം വന്നു, മനസ്സെവിടെയുണ്ട്? മനസ്സ് പുറത്തെവിടേക്കോ അലഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ഭഗവത് കഥാ രുചി നമ്മുടെ മനസ്സിന് കിട്ടിയാലുണ്ടല്ലോ, നമ്മുടെ ശരീരം ചിലപ്പോൾ പുറത്തായിരിക്കും, മനസ്സ് ഈ ഭാഗവതത്തെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തും. ഇത്തരത്തിൽ എവിടെ എവിടെ ഭഗവത് കഥകളുണ്ടോ, ഭാഗവതത്തിൽ തന്നെ നമുക്ക് നാളെ കാണാം. പൃഥു എന്ന ഒരു രാജാവ്, പരമഭക്തനായ ഈ പൃഥു മഹാരാജാവിനോട് ഭഗവാൻ ചോദിക്കുകയാണ്, അങ്ങയ്ക്ക് എന്ത് വരമാ വേണ്ടത്? എന്താ അങ്ങയുടെ ആഗ്രഹം? അപ്പോഴാണ് പൃഥു പറയുന്നത്, ഭഗവാനെ, അങ്ങയുടെ കഥകളെ കേൾക്കാൻ ഒരു 10,000 കാതുകളുടെ ശക്തി എൻ്റെ കാതുകൾക്ക് ഉണ്ടാവണം, അല്ലേ? എത്ര ദൂരത്ത് ഭഗവാന്റെ കഥ നടക്കണുണ്ടെങ്കിലും, എവിടെ ഈ ലോകത്ത് എവിടെ ഭഗവാന്റെ കഥാമൃതം നടക്കുന്നുണ്ടെങ്കിലും ആ കഥകളെ എൻ്റെ കാതുകളിലേക്ക് എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ആദ്യം ഭാഗവതത്തിന് മുൻപിൽ ശരീരം എത്തിയാലും മനസ്സ് പുറത്തേക്ക് പോകും. എന്നാൽ നിരന്തരമായിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ മനസ്സ് പുറത്ത് ശരീരം ഉണ്ടെങ്കിലും മനസ്സ് ഭാഗവതത്തെ അന്വേഷിച്ച്, അല്ലേ? പൂവിലുള്ളതായ പൂന്തേൻ നുകരാൻ എത്രയോ ദൂരത്ത് നിന്ന് വണ്ടുകൾ പറന്നു വരുന്നില്ലേ? താഴത്ത് വീണതായ ആ തേനന്റെ മധുരം നുകരാൻ എത്രയോ ദൂരത്ത് നിന്ന് ഉറുമ്പുകൾ അന്വേഷിച്ചു വരുന്നില്ലേ? അതുപോലെ ഭാഗവതം എവിടെയുണ്ട്, ഭഗവാന്റെ കഥ എവിടെയുണ്ട്, ഭാഗവതം എവിടെയുണ്ട് എന്ന ഭാവത്തിൽ നമ്മുടെ മനസ്സ് ഭാഗവതത്തെ തിരഞ്ഞു പോകുന്നതായ അവസ്ഥ, ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നത് വരെ സത്യം പരം ധീമഹി, ഈ ഭഗവത് കഥകള് എനിക്ക് ഭംഗിയായിട്ട് കേൾക്കാൻ സാധിക്കണേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവണം എന്നാണ്. ഇനി എന്താണ് സത്യം? അതിനെയാണ് വ്യാസമഹർഷി ആദ്യത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ വർണ്ണിച്ചു തരുന്നത്. ജന്മാദ്യസ്തികതൊന്നയാതി തരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം
സത്യം പരം ധീമഹി ജന്മാദ്യസ്യ യതഃ. ജന്മാദികൾക്ക് യാതൊന്നാണോ കാരണം അതാണ് സത്യം എന്ന് വ്യാസൻ പറയുന്നു. ജന്മാദികൾ എന്ന് പറഞ്ഞാൽ ജനിക്കുക, നിലനിൽക്കുക, നശിക്കുക, അല്ലേ? ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാണ്ടാവുക. ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് മുഴുവൻ ബാധകമായിരിക്കുന്ന ഒരു നിയമമാണ് ഇത്, അല്ലേ? ഉണ്ടായതാണോ? ഉറപ്പാണ് ഇല്ലാണ്ടാവും. ജനിച്ചതാണോ? ഉറപ്പാണ് നശിക്കും, മരിക്കും. ഇത് നമുക്ക് മാത്രമല്ല, ഈ ഭൂമിക്ക് ബാധകമാണ്, ഈ സൂര്യന് ബാധകമാണ്, ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ ബാധകമാണ്. അപ്പോൾ ഒരു നിമിഷം ഉണ്ടായി, ഒരു കാലം നിലനിന്ന്, ഒരു കാലം കഴിഞ്ഞാൽ ലയിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നിരിക്കെ നമ്മുടെ ഋഷീശ്വരന്മാര് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് 3 ചോദ്യങ്ങൾ, 3 സംശയങ്ങൾ ചോദിച്ചു എന്നാണ്. അതിലാദ്യത്തെ സംശയം, എവിടുന്നാണ് ഇതുണ്ടായത്? അല്ലേ? ശൂന്യതയിൽ നിന്ന് യാതൊരു വസ്തുവും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. നമുക്കൊന്നും ശൂന്യതയിൽ നിന്നൊന്നും സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ഉണ്ടോ? ശൂന്യതയിൽ നിന്ന് വല്ലതും സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ലോകത്ത് പണിയെടുക്കുമോ? അല്ലേ? 8:30 ആയാൽ ഇഡ്ഡലിയും സാമ്പാറും വരട്ടെ എന്ന് നമ്മൾ സൃഷ്ടിക്കുമായിരുന്നു. പക്ഷേ ആ കഴിവൊന്നും നമുക്കില്ല. അപ്പൊ ശൂന്യതയിൽ നിന്ന് യാതൊന്നും ഉണ്ടാവില്ല എന്നിരിക്കെ എവിടുന്ന ഈ ഭൂമിയും സൂര്യനൊക്കെ ഉണ്ടായത്? ശൂന്യതയിൽ യാതൊന്നും നിലനിൽക്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നത്? ശൂന്യതയിലേക്ക് യാതൊന്നും ലയിക്കില്ല എന്നിരിക്കെ ഈ പ്രപഞ്ചം മുഴുവൻ ഏതിലേക്കാണ് ലയിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾ എവിടെ നിന്നുണ്ടായി, ഏതിൽ നിലനിൽക്കുന്നു, ഏതിലേക്ക് ഇത് ലയിക്കുന്നു? ഈ 3 ചോദ്യങ്ങൾക്കും അവർക്ക്, നമ്മുടെ ഋഷീശ്വരന്മാർക്ക്, ബ്രഹ്മാവലോകധിഷണയുള്ള ആ മഹാമനീഷികൾക്ക് ലഭിച്ചതായ ഉത്തരം ഒന്ന് തന്നെയായിരുന്നു. ഏതോ ഒരു ചൈതന്യത്തിൽ നിന്നിത് ഉണ്ടായി, ഏതോ ഒരു ചൈതന്യം ഇതിനെ നിലനിർത്തുന്നു, ഏതോ ഒരു ചൈതന്യത്തിലേക്ക് ഇത് തിരിച്ച് ലയിക്കുന്നു. ആ പരമചൈതന്യത്തെ, ആ പരമശക്തിയെ അവർ വിളിച്ച പേരാണ് സത്യം എന്നുള്ളത്. ഒരു കാലത്തും മാറ്റമില്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ ത്രിപുടീഭാവം ബാധിക്കാതെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളോ ഭൂതഭാവി വർത്തമാനങ്ങളോ ബാധിക്കാതെ സദാസമയവും ഒരുപോലെ നിലനിൽക്കുന്നതിനെയാണ് സത്യം എന്ന് വിളിക്കുക. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന പരമസത്യം സൃഷ്ടിക്കായി ബ്രഹ്മാവായി, സ്ഥിതിക്കായി വിഷ്ണുവായി, സംഹാരത്തിനായി മഹാദേവനായി പോരാ, ഈ പ്രപഞ്ച പരിപാലനത്തിന് 33 കോടി ദേവീദേവഗണങ്ങളായിട്ട് തീർന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ഒരു പരമചൈതന്യം, ഒരു പരമസത്യം അതുണ്ട്, അല്ലേ? ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന ഒരു ബോധം, അറിവ് ആദ്യമുണ്ടായത് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലാണ്. താനിരിക്കുന്ന താമരയുടെ ആധാരം എവിടെയാണ് എന്നറിയാതെ, താൻ എന്തിന് ജനിച്ചു എന്നറിയാതെ, താനിനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നതായ ബ്രഹ്മാവിൻ്റെ മുൻപിൽ സാക്ഷാൽ ശ്രീനാരായണൻ ശ്രീപത്മനാഭൻ ആദ്യമായിട്ട് ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ആദ്യമായിട്ട് ആ പരമജ്ഞാനത്തെ, പരമസത്യത്തെ പ്രകാശിപ്പിച്ചു. സർവവിധത്തിലും ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചതായ ഈ ഒരു അറിവ് ബ്രഹ്മാവ് വ്യാസനും
നാരദർക്കും നാരദര് വ്യാസനും, വ്യാസൻ ശ്രീശുകനും, ശുകൻ പരീക്ഷിത്തിനും, ശുകപരീക്ഷിത്ത് സംവാദ രൂപത്തിൽ ഇന്നിതാ ഈ ലോകം മുഴുവനും ഭാഗവതമായി പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് മുതൽ സകല സൃഷ്ടി ചരാചരങ്ങൾക്കും കാരുണ്യം ഭഗവാനിൽ നിന്ന് ഒഴുകിയെത്തിയതാണ് ഭാഗവത രൂപേണ. അങ്ങനെയുള്ള ഭാഗവതത്തിലേക്ക് എൻ്റെ ബുദ്ധി ചേർന്ന് നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഭാഗവതം എന്ന ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ത് എന്നാണ് പിന്നീട് വ്യാസമഹർഷി പറയുന്നത്. ധർമ്മപ്രോച്ഛിതകൈതവോത്രപരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. പരമമായിരിക്കുന്നതായ ധർമ്മത്തെയാണ് ഈ ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓരോരുത്തരുടെയും കടമ അല്ലേ? കടമ എന്ന് പറഞ്ഞാൽ പോരാ, ധാരയതി, ധാരണാൽ എന്നൊക്കെയാണ് പണ്ഡിതന്മാര് ധർമ്മത്തിന് അർത്ഥം കൽപ്പിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം യാതൊന്നിലാണോ നിലനിൽക്കുന്നത് അതിനെ ധർമ്മം എന്ന് വിളിക്കാം. ഇപ്പൊ ഭൂമിയുടെ ധർമ്മത്തെ ഭംഗിയായിട്ട് നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ പ്രശ്നമൊന്നുമില്ലാണ്ട് വിടിരിക്കുന്നത്. വായുവിൻ്റെ ധർമ്മത്തെ, സൂര്യന്റെ ധർമ്മത്തെ, ഇങ്ങനെ ഈ പ്രപഞ്ചം ഏതോ ഒരു ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തത് അല്ലേ? നമുക്ക് കുറേ സമയം ഇരിക്കുമ്പോൾ ഒന്ന് കാല് നീട്ടണം, ഒന്ന് ഇളകണം എന്നൊക്കെ തോന്നണില്ലേ? ഇതുപോലെ ഭൂമിക്കും തോന്നിയാലോ ഒന്ന് ഇളകണം എന്ന്. പിന്നെ നമ്മളുണ്ടോ? വായുവിന് തോന്നുകയാണോ ഒരു കൊടുങ്കാറ്റായിട്ട് വീശണം എന്ന്? പിന്നെ നമ്മളുണ്ടോ? സമുദ്രത്തിന് തോന്നുകയാണ് ഒരു വലിയ സുനാമിയായിട്ട് കരയ്ക്ക് വരണമെന്ന്. പിന്നെ നമ്മളുണ്ടോ? ഇല്ല. അപ്പോൾ ഏതോ ഒരു നിയമം വായുവിനും അഗ്നിക്കും ഭൂമിക്കും ജലത്തിനുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ നിയമത്തെ ഈ പ്രപഞ്ച ശക്തികളെല്ലാം പാലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ധർമ്മം. എങ്കിൽ നമുക്കും ഒരു ധർമ്മമുണ്ട്. എന്താ നമ്മുടെ ധർമ്മം? ആ ധർമ്മത്തെയാണ് ഭാഗവതം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ ആ ധർമ്മത്തെ അനുഷ്ഠിച്ചവരുടെ കഥയാണ് ശ്രീമദ് ഭാഗവതത്തില്. അപ്പോൾ നമ്മളുടെ ധർമ്മം എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാനാണ് മനുഷ്യധർമ്മത്തെ പാടിത്തരുന്ന ഗ്രന്ഥമാണ് എന്ത്? ശ്രീമദ് ഭാഗവതം. അപ്പൊ മനുഷ്യന്റെ ധർമ്മം എന്ത് എന്ന് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം എന്നുണ്ടെങ്കിൽ, ഭാഗവതം എവിടെ പറയണം? ആരുടെ മുമ്പിൽ പറയണം? മനുഷ്യന്മാരുടെ മുൻപിൽ പറയണം അല്ലേ? ഭാഗവതം മനുഷ്യന്മാരുടെ മുൻപിൽ പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സൗകര്യം എറണാകുളം ബസ് സ്റ്റാൻഡിൽ പോയി പറയണതാ. ഇവിടെ ഉള്ളതിനേക്കാളും മനുഷ്യന്മാരവിടെ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ടാവും. എന്നാ പിന്നെ അവിടെ വച്ചിട്ട് ഒരു ഭാഗവതം. അപ്പോഴാണ് വ്യാസം പറയണത്, അങ്ങനെ ഒരു തെരുവ് പ്രസംഗം പോലെ ചെയ്യേണ്ടതല്ല ഭഗവാന്റെ കഥകൾ. ആൾക്കാർ കൂടുതലുണ്ടെന്ന് വെച്ച് പറയേണ്ടതല്ല ഭാഗവതം. പിന്നെയോ നിർമ്മത്സരാണാം സതാം വേദ്യം. അത് കേൾക്കണം എന്ന ആഗ്രഹമുള്ളവരുടെ മുൻപിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. എനിക്ക് ഭഗവാന്റെ കഥ കേൾക്കണം, എനിക്ക് ഭാഗവതം കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ വേണം ഭാഗവതം പറയാൻ. അല്ലാത്തവരുടെ മുൻപിൽ ഭഗവാന്റെ കഥ പാടിയാൽ, ഒരുപക്ഷെ തെരുവ് പ്രസംഗം പോലെ ഭാഗവതത്തെ ചെയ്താൽ അത് ഭഗവാനെ നിന്ദിക്കുന്ന മഹാപാപമാണ് എന്ന് അവിടെ ഓർമ്മിപ്പിച്ചു. ഇനി ഭാഗവതം കേട്ടാലുള്ള മഹത്വം എന്താ? വസ്തു ശിവദം. ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ? അത് ശിവദം ആണ്. ശിവദം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം. ഭഗവത് കഥകളില് എല്ലാം മംഗളമായ കഥകളാണ് അല്ലേ? എല്ലാ കഥകളുടെയും അവസാനം മംഗളമായിട്ടാ പരിണമിക്കുക. എത്ര വലിയ ദുഷ്ടന്റെ കഥയാണെങ്കിലും ഭാഗവതത്തിൽ ആ ദുഷ്ടന്റെ കഥ അവസാനമാകുമ്പോഴേക്കും മംഗളമായിട്ട് അവസാനിപ്പിക്കും.
അല്ലേ? ഇന്നിപ്പോൾ കേൾക്കാം നമുക്ക് വൈകുന്നേരം. ഹിരണ്യാക്ഷൻ ഒരു മഹാദുഷ്ടനാണ്. പക്ഷേ ഈ ഹിരണ്യാക്ഷന്റെ കഥ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഭാഗവതം പറയണത് എന്താ അറിയോ? നാരായണോം തേ ഗതിരംഗശൃണ്വതാം. ആരാണോ ഈ ഹിരണ്യാക്ഷ ചരിതം എന്ന കഥ കേൾക്കുന്നത് അവർക്ക് നാരായണപാദത്തിലേക്ക് ഗതിയുണ്ടാവും. അല്ലേ? കംസൻ നമുക്കറിയാലോ മഹാദുഷ്ടനാണ്. കംസൻ എന്ന ആ കഥാപാത്രത്തെക്കുറിച്ച് ഭാഗവതത്തിലെ 46 അധ്യായം വരേക്കും നമുക്ക് ദേഷ്യം ഉണ്ടാവുക. ദുഷ്ടൻ, മഹാദുഷ്ടൻ, രാക്ഷസൻ, കൃഷ്ണനെ കൊല്ലാൻ നടന്നവൻ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരൊറ്റ ശ്ലോകം കൊണ്ട് കംസൻ ഭാഗവതനായി മാറുന്നു. ദദർശ ചക്രായുധമഗ്രതോ യസ്തദേവരൂപം ദുരവാപമാപ. മലർന്നടിച്ചു വീണ കംസന്റെ മാരടത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു വീണതും ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള നാരായണനെ കണ്ടുകൊണ്ട് താൻ ഇത്രകാലം ഊണിലും ഉറക്കിലും നിരിപ്പിലും നടപ്പിലും ഭയന്നുകൊണ്ടിരുന്നതായ ആ ദേവകീപുത്രൻ, ആ മഹാവിഷ്ണു തൻ്റെ മുൻപിൽ ഇതാ നിൽക്കുന്നു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കംസൻ കണ്ണുകളെ അടച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു നിമിഷം ഭാഗവതം കേൾക്കുന്ന നമുക്ക് പോലും തോന്നും, അത്ര പോലും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ ഏതൊരു ദുഷ്ടന്റെ കഥയാണെങ്കിലും ഭാഗവതത്തിൽ എത്തുമ്പോഴേക്കും അത് ശിവദമായ മംഗളമായ കഥയായി തീരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കൂ, ഭഗവാന്റെ കഥകൾ കേൾക്കൂ. കാരണം ഈശ്വര കഥകൾ കേട്ടിട്ട് ഇന്ന് വരെ ഒരാളും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ കുറച്ചു കൊല്ലം ഈ സപ്താഹ യജ്ഞത്തിനൊക്കെ പോണു. ഇന്ന് വരെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല കൃഷ്ണാവതാരം കേട്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി എന്ന്, രുക്മിണീ സ്വയംവരത്തിന് വന്നിട്ട് എനിക്ക് വല്ലാണ്ട് ടെൻഷനായി പോയി എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ എത്രയോ സജ്ജനങ്ങൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അതെല്ലാം ഞാൻ മറക്കുന്നത് ഈ ഭഗവത് കഥകളെ കേൾക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സർവവിധത്തിലും താപത്രയങ്ങളെ ഇല്ലാതെയാക്കി ഹൃദയത്തിൽ ആ പരമാനന്ദത്തെ നിറയ്ക്കാൻ ഭാഗവതം എന്നുള്ള ഈ ഗ്രന്ഥത്തിന് സാധിക്കും. അതിനെ ശുശ്രൂഷ ചെയ്യൂ, അതിനെ വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രവിക്കൂ എന്ന് ഓർമ്മിപ്പിച്ച്, വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ മൂത്തു പഴുത്തു പാകമായ ഒരു പഴമാണ് ഭാഗവതം എന്നൊരു കാൽപ്പനികത. അല്ലേ? വേദങ്ങളെല്ലാം ഒരു വൃക്ഷമാണെന്ന് വിചാരിക്കുക. ഒരു വൃക്ഷത്തിൻ്റെ ഗുണം നമ്മൾ നിർണയിക്കുന്നത് അതിൻ്റെ ഫലത്തിനനുസരിച്ചിട്ടാണ്. അല്ലേ? നല്ല മാവ് എന്ന് നമ്മൾ ഏത് മാവിനെയാ പറയുക? നല്ല മാവ് എന്ന് ഏത് മാവിനെയാ പറയുക? നല്ല തടിയുണ്ടായാലാണോ നല്ല മാവാവുക? നല്ല ഉയരുണ്ടായാലാണോ നല്ല മാവാവുക? നിറയെ ഇലകൾ ഉണ്ടാവുമ്പോഴാണോ നല്ല മാവാവുക? അല്ല. നിറച്ചു മാങ്ങയുണ്ടായാൽ നല്ല മാവാവുമോ? അതില്ല. പുളിയുള്ള മാങ്ങയാ, ചവർപ്പുള്ള മാങ്ങയാ? ഇല്ല. ഒരു മാങ്ങ പിടിച്ചാൽ മതി, എന്തൊരു സ്വാദറിയോ ആ ഒരു മാങ്ങയ്ക്ക്, എന്തൊരു മധുര മാങ്ങയ്ക്ക്. നല്ല മാവാട്ടോ ഇത്. അല്ലേ? അപ്പോൾ ഒരു ഫലം, ഒരു പഴം, അതിൻ്റെ മധുരം കൊണ്ട് ആ വൃക്ഷം നമ്മൾ നല്ലതായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിനൊരു പഴം പിടിച്ചു, വേദസാരമാകുന്ന ഭാഗവത പഴം. ആ ഭാഗവതമാകുന്നതായ പഴം എങ്ങനെയാ നമുക്ക് രുചിക്കാൻ കിട്ടിയത്? ശുഖമുഖാദമൃതദ്രവ സംയുതം. വേദവ്യാസപുത്രനാകുന്ന ശ്രീശുഖബ്രഹ്മർഷി എന്ന ആ പൈങ്കിളി, ആ തത്ത വന്ന് ഭാഗവതമാകുന്ന പഴത്തെ നമുക്കിതാ കൊത്തി തന്നിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? നമ്മൾ വ്യാസൻ പറഞ്ഞു, പിബത ഭാഗവതം രസം. സജ്ജനങ്ങളെ, ഭാഗ്യശാലികളെ, നിങ്ങളെല്ലാവരും ഭാഗവതത്തെ ആസ്വദിക്കൂ. പിബത, കുടിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭാഗവതത്തെ
കേൾക്കലല്ല, ഭാഗവതത്തെ മനസ്സിലാക്കലല്ല, ഭാഗവതത്തെ വായിക്കലല്ല, അതിനെ എല്ലാം മറന്ന് ആസ്വദിച്ചുകൊണ്ട് സേവിക്കൂ, സേവിക്കൂ ഭാഗവതത്തെ എന്ന് ഈ പ്രപഞ്ചത്തിൽ താപത്രയങ്ങളാൽ ഉഴലുന്നതായ സർവജീവജാലങ്ങളെയും ഒരു അനൗൺസ്മെന്റ് ചെയ്ത് വ്യാസൻ ക്ഷണിച്ചു കൊണ്ടുവരികയാണ് ഭാഗവതത്തിന് മുൻപിലേക്ക്.